സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ഗോവർദ്ധന്റെ വീട്ടിൽ വീണ്ടും SITയുടെ പരിശോധന. ബെല്ലാരിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് ഇടപാടിന്റെ രേഖകൾ പിടിച്ചെടുത്തു. മൂന്നാം തവണയാണ് SIT ബെല്ലാരിയിൽ പരിശോധന നടത്തുന്നത്. സിജോ വി ജോൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സിജോ, ഇപ്പോൾ പുതിയ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഗോവർദ്ധന്റെ വീട്ടിൽ വീണ്ടും SITയുടെ പരിശോധന? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ബെല്ലാരിയിലെ വീട്ടിൽ SIT സംഘം എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി ഗോവർദ്ധന്റെ വീട്ടിൽ നിന്നും ഗോവർദ്ധന്റെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധന്റെ ഫാമിലി അംഗങ്ങളുടെയും ഒക്കെ ബാങ്ക് പാസ്ബുക്ക് പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തിരികെ നൽകിയെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. ഈ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് ബെല്ലാരിയിലെത്തി പരിശോധന നടത്തുന്നത്. ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും അതോടൊപ്പം തന്നെ വീട്ടിലും നേരത്തെ പരിശോധന 2 തവണ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു അന്തിമ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ചില രേഖകൾ കൂടി ഒക്കെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം എത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഉരുക്കുന്നത്. ആ ഉരുക്കിയ സ്വർണ്ണത്തിൽ നിന്ന് ബാക്കി 420 ഗ്രാം സ്വർണ്ണമാണ് മിച്ചമുണ്ടായിരുന്നത്. ഈ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിരുന്നത്. അതിൻ്റെ പണവും ദേവസ്വം ബോർഡിന് ഗോവർദ്ധൻ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗോവർദ്ധനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിമാൻഡിലുള്ള ഗോവർദ്ധൻ ജയിലിലാണ് തുടരുന്നത്. പലതവണ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ഉണ്ടായിരുന്നത്.